ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ടാറ്റ ന്യൂ HDFC ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് അറിയാം ഈ കാർഡ് ഇപ്പോൾ എല്ലാവർക്കും കിട്ടും. എന്താ കാരണം എന്ന് അറിയാം, ഇതിന് ആക്ച്വലി 2 ക്രെഡിറ്റ് കാർഡ്സുകൾ ഇപ്പോൾ ഉണ്ട്. നിങ്ങൾക്ക് അറിയാം ഓൾറെഡി ഈ കാർഡ് ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറേ കാലങ്ങൾ HDFCയും ടാറ്റാനിയും കൂടി ടൈപ്പ് ചെയ്ത് ഇറക്കിയ കാർഡായിരുന്നു. അതായത് പ്ലസ് കാർഡ്, ഇതാണ് പ്ലസ് കാർഡ്. അതായത് 499 രൂപ ആനുവൽ ഫീസും ജോയിൻ ഫീസും വരുന്ന കാർഡ്. അതുപോലെ തന്നെ ഒരു രണ്ടാമത്തെ കാർഡ് ഇൻഫിനിറ്റി കാർഡും ഉണ്ട്. 1499 രൂപ പ്ലസ് GST വരുന്ന ആനുവൽ ഫീസും ജോയിൻ ഫീസും വരുന്ന 2 കാർഡുകളാണ് അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് അറിയാം നോർമൽ ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ നമുക്ക് സിബിൽ സ്കോർ വേണം, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ വേണം. പക്ഷേ ഇവർ ആക്ച്വലി FD ബാക്ക് ചെയ്ത ഒരു ടാറ്റ ന്യൂ പ്ലസ് കാർഡും ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അല്ല, കുറച്ച് കാലമായി ലോഞ്ച് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ എല്ലാവർക്കും കിട്ടും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ നോർമൽ കാർഡ് തന്നെ എലിജിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് FD ഇട്ടിട്ട് അതിന്റെ ബേസിൽ നമുക്ക് കാർഡ് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഗുണം വന്നിട്ടുണ്ട്. 90% ഓഫ് ദ FD ലിമിറ്റ് ആണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന FD നമുക്ക് 7.25% ഇൻട്രസ്റ്റും കിട്ടും. അപ്പോൾ HDFC ബാങ്കാണ് നമ്മൾ FD ഇടുന്നത്. അപ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് വേറെ ഡയറക്റ്റ് ബാങ്കാണ്. പിന്നെ നമുക്ക് ഈ കാർഡിന്റെ ഡീറ്റെയിൽസും സംഭവമൊക്കെ അറിയായിരിക്കും. നമുക്ക് ഇത് റൂപേ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ റൂപേ പ്ലാറ്റ്ഫോമിൽ വരുന്നത് ആയതുകൊണ്ട് തന്നെ നമുക്കിത് UPI ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് UPI കാർഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കൽ കാർഡും കിട്ടും. അപ്പോൾ ഫിസിക്കൽ കാർഡായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ എന്ത് ടൈപ്പിലും ഉപയോഗിക്കാൻ പറ്റും. നോർമൽ ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ലിമിറ്റ് അനുസരിച്ച് നമുക്ക് നോർമലി പോലെ നമ്മുടെ സാധാരണ പോലെ നമുക്ക് എവിടെ വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് EMI പർച്ചേസ് ചെയ്യാം. അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. UPI പേയ്മെന്റിൽ നമുക്ക് 1% ക്യാഷ് ബാക്ക് നമുക്ക് ടാറ്റ ന്യൂ ആപ്പിൽ കൂടെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ എയർപോർട്ട് ലോഞ്ചസ് ഫ്രീയും വരുന്നുണ്ട്. അതിന് നമുക്ക് 3 മാസം മുമ്പ് എത്ര ട്രാൻസാക്ഷൻ ചെയ്യണം നിർബന്ധമുണ്ട്. അത് എല്ലാത്തിലും ഉണ്ട് ഇപ്പോൾ. പക്ഷേ നമുക്ക് 4 കോംപ്ലിമെന്ററി ആയിട്ട് എയർപോർട്ട് ലോഞ്ചസ് സംഭവം വരുന്നുണ്ട്. ഒരു എൻട്രി ലെവൽ കാർഡായിട്ടും വരുന്നുണ്ടെന്ന് തന്നെ പറയുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഒരു ഫീച്ചർ തന്നെയാണ്, മെയിൻ ഫീച്ചർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആക്ച്വലി ഇത് എല്ലാവർക്കും കിട്ടുന്ന ശരിക്കും വേണമെങ്കിൽ പച്ചക്കാണ് എടുത്ത് പറയാം. എന്ന് വെച്ചാൽ ഈസി ആയിട്ട് പറയാം. എന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്താൽ കിട്ടും. അതാണ് ഒരു ഗുണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സെക്യൂർഡ് കാർഡ് കിട്ടും, അല്ലെങ്കിൽ അൺസെക്യൂർഡ് കാർഡ് കിട്ടും. ജസ്റ്റ് മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്താൽ മതി. ഇത് അപ്ലൈ ചെയ്യാനുള്ള നിങ്ങൾക്ക് അറിയാം നോർമലി എല്ലാവർക്കും നോർമൽ ആയിട്ടുള്ള അൺസെക്യൂർഡ് കാർഡാണ് എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റെഫറൽ ലിങ്ക്സ് റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെ അപ്ലൈ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. വിത്ത് വിങ് പ്രൂഫ് തന്നെ. എന്താ വെച്ചാൽ അത് ഒന്നാമത് കോബറൻഡ് കാർഡാണ്. പിന്നെ സെക്യൂർഡ് കാർഡാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് FD ബേസ് ആണ് കിട്ടുക. അപ്പോൾ ഇതിന്റെ എലിജിബിലിറ്റി നോർമൽ കാർഡിന് എലിജിബിലിറ്റി ആണെങ്കിൽ ഏജ് 21 അബവ് ആണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ 15K സാലറി അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് ഒരു 4 ലാഖിന്റെ അബവ് ITR ഉണ്ടെങ്കിലും സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ചിലവർക്ക് ചോദിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോർമൽ കാർഡ് ആകുമ്പോൾ ഇതിന് ഹൗസ് വെരിഫിക്കേഷൻ ഉണ്ടാവാറുണ്ട്. മിക്ക ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്, ചിലർക്ക് ഉണ്ടാവാറില്ല. മിക്ക ആൾക്കാർക്കും ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ ചിലവർക്ക് മാനുവൽ KYC ആ ഓപ്ഷൻസും ചിലർക്ക് ഉണ്ടാവാറുണ്ട്. വീഡിയോ KYC ചെയ്യുകയാണെങ്കിൽ ശരിക്കും മാനുവൽ KYCയുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് അത് ഓപ്ഷണലായിട്ട് വരും. എന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ നമ്മുടെ KYC ഡോക്യുമെന്റ്സ് ഒന്ന് കളക്ട് ചെയ്ത് പോകുള്ളൂ, വേറെ ഒന്നും ചെയ്യില്ല. അപ്പോൾ മിക്ക ആൾക്കാർക്കും ഹൗസ് വെരിഫിക്കേഷൻ ഉണ്ടാവാറുണ്ട്. അതായത് വീട്ടിലേക്ക് വന്നിട്ട് വീട്ടിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോകും, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല കേട്ടോ. അതും ഡയറക്റ്റ് ഏജൻസിക്കാരാണ് വരിക, അല്ലാണ്ട് HDFC ബാങ്ക് ഒന്നും വരില്ല. ഏജൻസിക്കാരാണ് വരിക കേട്ടോ. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് അറിയാം പുതിയ RBIയുടെ റൂൾ അനുസരിച്ച് നിങ്ങൾക്ക് കാർഡിന്റെ പേയ്മെന്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. അതായത് നിങ്ങൾക്ക് റൂപേ വേണമെങ്കിൽ റൂപേ എടുക്കാം, വിസ വേണമെങ്കിൽ വിസ എടുക്കാം. ആ കാർഡിന് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും റൂപേ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് UPI ഉപയോഗിക്കാമല്ലോ. ഞാൻ ആക്ച്വലി ഈ കാർഡ് ഞാൻ ഒരു 99% UPI മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഈ കാർഡ് ഞാൻ കൊണ്ടുപോകാറേ ഇല്ല. എൻ്റെ എന്താ പറയുക ക്രെഡിറ്റ് കാർഡിൻ്റെ പേഴ്സിലിരിക്കുക. ഞാൻ ഇത് കൊണ്ടുപോകാറില്ല. അപ്പോൾ ഫുൾ UPI മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അതും ഞാൻ കുറച്ചെന്ന് വെച്ചാൽ നമ്മുടെ വേറെ മൾട്ടിപ്പിൾ UPI കാർഡുകളുണ്ട്. എന്താ വെച്ചാൽ UPI ക്രെഡിറ്റ് കാർഡ് ആയതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണ്. അത് ലാസ്റ്റ് ബില്ല് വരുമ്പോഴാവും ഞെട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വട്ടം വന്നപ്പോൾ ഞെട്ടിന്ന് വന്നിട്ട്. അപ്പോൾ കൺട്രോൾ ചെയ്ത് നിർത്തണം. അത് നമ്മുടെ മിസ്റ്റേക്കാണ്, അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇത് ഇങ്ങനെ ക്രെഡിറ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മറ്റത് ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇതിൽ പക്ഷേ നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിനൊരു ചിലവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി അതുകൊണ്ടാണല്ലോ അവർ ഇത് ഇറക്കിയത്, വേറെ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, നമ്മുടെ ലിങ്ക് കാലക്കാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയം കാലൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും ബ്ലോഗ് എന്നാണ്. ഞാൻ അതിൻ്റെ ഈ കാർഡിൻ്റെ സ്പെക്സോ സംഭവമൊന്നും പറയുന്നില്ല. എന്ന് വെച്ചാൽ പുതിയ കാർഡൊന്നുമല്ല, ഓൾറെഡി നമ്മൾ കുറേ വട്ടം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ റിവാർഡ് പോയിന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതെല്ലാം നമുക്ക് റിവാർഡ് പോയിന്റ് ന്യൂ കോയിൻസ് ആയിട്ട് വരിക. ഒരു ന്യൂ കോയിൻ എന്ന് പറഞ്ഞാൽ 1 രൂപയാണ് കേട്ടോ. നമുക്ക് ടാറ്റ ന്യൂ ആപ്പിൽ തന്നെ അത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യാം. ഞാൻ ഇടയ്ക്ക് ന്യൂ കോയിൻസ് കിട്ടുന്നതിന് ടീഷർട്ടും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ക്രോമ വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ എന്താ പറയുക ഒരു സ്പീക്കറല്ല, നമ്മളെന്താ പറയുക ഇതുപോലെ തന്നെ വയർലെസ് മൈക്ക് ബോയയുടെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വേറെന്തോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നല്ലോ. വേറെന്തോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തും നമുക്ക് വേണമെങ്കിൽ ന്യൂ കോയിൻസ് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ടാറ്റയുടെ വെബ്സൈറ്റിൽ കൂടെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ന്യൂ കോയിൻസ് റിഡീം ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്, കുഴപ്പമില്ലെന്ന് പറയാം. അപ്പോൾ ട്രൈ നോക്കാൻ മറക്കണ്ട. എന്താ വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇൻട്രസ്റ്റ് റേറ്റും കിട്ടുന്നുണ്ട്. 10.25 എന്ന് പറയുമ്പോൾ കുഴപ്പമില്ലാത്ത നല്ലൊരു റേറ്റ് തന്നെയാണ് കേട്ടോ.
അപ്പം മറക്കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രം പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് വഴിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ടെലിഗ്രാം ചാനലും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ അടിച്ചാൽ മതിയിട്ട്. മറക്കണ്ട, അടുത്ത കാണാം.